പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അരിപ്പത്തിലെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ റെസിപ്പി കാണിക്കാൻ വിചാരിച്ചു. അരിപ്പത്തിൽ തന്നെ പല ടൈപ്പിലും പല രീതിയിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കാസറോൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണ് കേട്ടോ എടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടൊന്നും ആയാൽ പോരാ കേട്ടോ, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ, എന്നാലേ നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം. ഒരു അരമണിക്കൂർ മൂടി വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അത്രയും മതി കേട്ടോ. അപ്പോൾ നമുക്കതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം. അരക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചൂട് പോകണം കേട്ടോ. ചൂട് പോകാൻ നിങ്ങൾ ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഗ്രൈൻഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഗ്രൈൻഡറിൽ തന്നെ അരക്കണേ. ഗ്രൈൻഡറിൽ അരച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് അരിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഗ്രൈൻഡർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിക്സിയിൽ അരച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ബാച്ചായിട്ടൊക്കെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരക്കുന്നത്. അപ്പോൾ പകുതി ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും. ആ സമയത്ത് നമ്മൾ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു 1/4 കപ്പിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെയും നമ്മൾ അടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് വരും. നമുക്കിങ്ങനെ അരക്കാൻ പറ്റാത്ത പോലെ തോന്നും. ആ സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് നമ്മളൊരു 3-4 പ്രാവശ്യം അരച്ച് കഴിയുമ്പോൾ നമുക്കിതാ ഇതേപോലെ അരഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു തരി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അരക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് തരിയില്ലാത്ത വിധത്തിൽ അരക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നല്ല തരി പാടില്ല കേട്ടോ. നമ്മൾ നെയ്പ്പത്തിലെല്ലാം അരക്കുന്ന പോലെ അത്രയ്ക്ക് തരിയല്ല. മാക്സിമം നിങ്ങൾ അരക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച പോലെ തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് കുറച്ച് ടൈറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. എന്തായാലും കുറച്ചൊരു തരി ഉണ്ടാവും. എന്നാലും നിങ്ങൾ മാക്സിമം നന്നായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഓവറായിട്ട് വെള്ളമാക്കരുത്. ഓവറായിട്ട് വെള്ളമാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ കുറേ പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് ഈ ഒരു കട്ടിയിൽ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് പാകത്തിന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്രൈൻഡർ കയ്യിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ 2 സെറ്റും റെഡി ആയിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ടൈറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പത്തിരിയും പൊറോട്ടയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് ടൈറ്റായിട്ട് വരുന്നത് വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 1 കപ്പോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഈ ഒരു കട്ടിയിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സൈസിൽ മാവ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് എല്ലാ മാവും അതേപോലെ റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു വാഴയില എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഓരോ മാവും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കൈ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്താം. എന്നിട്ട് നമ്മൾ ആ കൈ വിരലിൻ്റെ അടയാളം പോകാൻ വേണ്ടിയിട്ട് ഉള്ളം കൈ കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ വാഴയിലേൻ്റെ മുകളിൽ ഇതേപോലെ മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു വാഴയില വെച്ച് കൊടുക്കുക. രണ്ടിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പാത്രം വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നമുക്ക് നല്ല ഷേപ്പിൽ റെഡി ആയിട്ട് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുടാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പരത്തി വെച്ച മാവിൽ ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഒട്ടും എണ്ണ വേണ്ടി വരില്ല. ഇനിയിപ്പോൾ സാധാ ദോശക്കല്ലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ആക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ഞാൻ 4 ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണേ. എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും മറ്റേ സൈഡ് നല്ലോണം കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് അതേപോലെ തന്നെ കുറച്ച് സമയം ആ സൈഡും വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വരും. നെയ്സ് പത്തിരി ഒന്നും പോലെ വലുതായിട്ടൊന്നും പൊങ്ങി വരില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറോട്ടിയുമല്ല എന്നാൽ നൈസ് പത്തിരിയുമല്ല, ഇതിൻ്റെ രണ്ടിലും നടുക്ക് വരുന്ന സംഭവമാണ് കേട്ടോ. അരിപ്പത്തിൽ എന്നാണ് ഇതിന് പറയുക. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മൂന്നിൻ്റെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അരിപ്പത്തിൽ ഉണ്ടാക്കുമ്പം ഇത്രയും കട്ടിയിലാണ് ഉണ്ടാക്കുക. കുറച്ച് നല്ല കട്ടിയിൽ ഉണ്ടാക്കുന്നതിനെയാണ് ഒറോട്ടി എന്ന് പറയുക. അപ്പോൾ ഇതിനേക്കാളും നല്ല നേരിയതായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നൈസ് പത്തിരി എന്ന് പറയുക. അതേപോലെ തന്നെ നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് പച്ചരിപ്പൊടി വെച്ചിട്ടാണ്. പക്ഷേ ഒറോട്ടിയും ഇതുപോലത്തെ അരിപ്പത്തിലും ഉണ്ടാക്കുന്നത് ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ്, അതായത് പുഴുങ്ങലരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ പത്തിരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ അരിപ്പത്തിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരി വെച്ചിട്ട് ഇതാ ഇത്രയും അരിപ്പത്തിലാണ് കേട്ടോ റെഡിയായത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. ശരിക്കും ഒതൻറ്റിക് രീതിയിലാണെങ്കിൽ നമ്മളിത് തേങ്ങാപ്പാൽ മുക്കിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ കണ്ണൂർ സൈഡിലുള്ളവർക്കെല്ലാം അറിയുണ്ടാവും. അരിപ്പത്തിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അതിൽ ഇതേപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുക്കി എടുക്കാം. 2 സൈഡും നല്ലോണം ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിൻ്റെ എല്ലാം കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കേട്ടോ. കണ്ണൂർ സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ അരിപ്പത്തിൽ നോമ്പിൻ്റെ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. നോമ്പിൻ്റെ കടി കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം എന്തായാലും മസ്റ്റായിട്ടും എല്ലാ വീട്ടിലും ഉണ്ടാവും. നേരിയരിൻ്റെ കഞ്ഞിയും അതേപോലെ തന്നെ അരിപ്പത്തിലും ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി, അങ്ങനെയാണ് ഇതിൻ്റെ കോംബോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നോമ്പെല്ലാം എത്താറായി. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.